ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 13. പ്രാകൃത യുഗത്തിലേക്ക് എറിയരുത് ഇന്ത്യയെ. സ്വാമി വിവേകാനന്ദൻ പിറന്ന ജനുവരി 12 എല്ലാ വർഷവും ദേശീയ യുവജന ദിനമായി ആചരിച്ചു വരികയാണ്. ബുദ്ധിശൂന്യന്റെ ഏറ്റവും വലിയ ആയുധം വർഗീയതയാണെന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്രാവശ്യത്തെ പരിപാടികളിൽ രാജ്യമാകെ അലയടിച്ചത്. ജാതിമത തീവ്രവാദ ചിന്തകളുടെയും അരാഷ്ട്രീയതയുടെയും ഇരുട്ടിലേക്ക് തള്ളിയിടുന്ന വിചാരധാരയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ചോദ്യങ്ങൾ വിലക്കുകയും വിമർശന ബുദ്ധി ഇല്ലാതാക്കുകയും യുക്തിചിന്തകൾ തടയുകയും ശാസ്ത്രബോധം തുടച്ചു നീക്കുകയുമാണ് ഭരണ നേതൃത്വവും ഔദ്യോഗിക സംവിധാനങ്ങളും. സാംസ്കാരിക രചനകൾക്കും ചരിത്ര വസ്തുതകൾക്കും പരിണാമ സിദ്ധാന്തത്തിനും നേരെ പോലും മതമൗലികവാദികളിൽ നിന്ന് അസഹിഷ്ണുത ഉയരുകയുമാണ്. ഹിന്ദു വികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ നയൻതാര നായികയായ അന്നപൂരണി തമിഴ് ചലച്ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് നീക്കിയത്. ചിത്രം ശ്രീരാമനെ മോശമായി ചിത്രീകരിച്ച് ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിച്ചുവെന്ന് വ്യാപക പ്രചാരണമുണ്ടായി. തുടർന്ന് സംവിധായകൻ നിലേഷ് കൃഷ്ണയ്ക്കും നിർമ്മാണ സംരംഭങ്ങളായ സി സ്റ്റുഡിയോ, ട്രിഡന്റ് ആർട്സ്, നാട് സ്റ്റുഡിയോ എന്നിവയ്ക്കും നയൻതാരയ്ക്കുമെതിരെ മധ്യപ്രദേശിലും മുംബൈയിലും പോലീസ് കേസെടുത്തു. നവീന കണ്ടുപിടുത്തങ്ങളുടെയും ശാസ്ത്ര കുതിപ്പുകളുടെയും നിരന്തരം നവീകരിക്കപ്പെടുന്ന ബോധ്യങ്ങളുടെയും സംവാദ ചർച്ചാവേദിയായ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് മുടക്കിയ മോദി സർക്കാരിന് കീഴിൽ സ്ഥിതി ഇനിയും ആശങ്കാജനകമാകാൻ പോവുകയാണ്. ISCAയ്ക്ക് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സഹായമായ 5 കോടി രൂപ നിഷേധിച്ചാണ് തടസ്സം തീർത്തത്. അതേസമയം ജനുവരി 17 മുതൽ ഹരിയാനയിലെ ഫരീദാബാദിൽ നടക്കാനിരിക്കുന്ന വിജ്ഞാന ഭാരതിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിന് എല്ലാവിധ സാമ്പത്തിക പിന്തുണയും നൽകുമ്പോഴാണ് ദേശീയ ശാസ്ത്ര കോൺഗ്രസിനുള്ള ഫണ്ട് തടഞ്ഞത്. ശാസ്ത്രബോധം ശക്തമാക്കുന്നതിന് പകരം അത്ഭുതാനുഭവ പ്രത്യയശാസ്ത്രവും മിത്തുകളും ഐതിഹ്യങ്ങളും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും ഹിന്ദുത്വ ആചാരങ്ങളും അടിച്ചേൽപ്പിക്കാൻ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് വിജ്ഞാന ഭാരതി. കാവിപ്പടയുടെ ഭൗതിക അടിത്തറയായ കർസേവകരായ ശാസ്ത്രജ്ഞർ 50 നൂറ്റാണ്ട് പിറകിലേക്ക് ഇന്ത്യയെ തള്ളിക്കൊണ്ടു പോവുകയാണെന്നാണ് വിശ്രുത ചിന്തകർ പ്രതികരിച്ചത്. 2014 മെയ് 26 പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ ശേഷം നരേന്ദ്രമോദി സ്വതന്ത്ര ചിന്തകളുടെ ആരാചാരായി മാറി. ശാസ്ത്രവിരുദ്ധത മുഖ്യ അജണ്ടയായി ഏറ്റെടുത്തു. ഗണപതിയുടെ മുഖം, പ്ലാസ്റ്റിക് സർജറിയുടെ ഫലം, കർണന്റെ പിറവി, ജനിതക ശാസ്ത്രത്തിന്റെ തെളിവ് തുടങ്ങിയ അബദ്ധങ്ങൾ എഴുന്നള്ളിച്ച് പ്രാകൃതത്വത്തിന് ആധികാരികത പകരാൻ കിണഞ്ഞു ശ്രമിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തെ നിരാകരിച്ച സ്വയം സേവക പണ്ഡിതർ രാവണന് 24 വിമാനങ്ങൾ ഉണ്ടായിരുന്നു, പുരാതന ഇന്ത്യയിൽ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ പിറന്നിരുന്നു തുടങ്ങിയ ബാലിശതകളും ആവർത്തിച്ചു. ചുരുക്കത്തിൽ മേഖലയിൽ നിയന്ത്രണം ഊർജിതമാക്കി യുക്തിചിന്തയ്ക്കും ശാസ്ത്രബോധത്തിനും ശവമഞ്ചമൊരുക്കാൻ കേന്ദ്ര സർക്കാർ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രവും യുക്തിയും വികസനത്തിന്റെ അടിത്തറയാണെന്നും അവയെ നാടുകടത്താനുള്ള നീക്കങ്ങൾ പുരോഗതിക്ക് ഭീഷണിയാണെന്നതും തിരിച്ചറിയുകയാണ് പ്രധാനം. വികസ്വര രാജ്യമായ ഇന്ത്യക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പിന്തുണയിലെ മെച്ചപ്പെട്ട ഭാവി പടുത്തുയർത്താനാകൂ. കാർഷിക വ്യാവസായികോൽപാദനവും തൊഴിലവസരവും കൂട്ടാൻ ഗവേഷണ സംരംഭങ്ങളിലൂടെ വൈജ്ഞാനിക ഗവേഷണത്തിന് പ്രാമുഖ്യം നൽകുകയെന്ന കാഴ്ചപ്പാടാണ് പതിറ്റാണ്ടുകളായി രാജ്യം പിന്തുടരുന്നത്. മോദി അതെല്ലാം തകിടം മറിച്ച് പല വിധത്തിലുള്ള ശാസ്ത്രവിരുദ്ധ നീക്കങ്ങൾ തുടരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഫെബ്രുവരി 8 മുതൽ 11 വരെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് വേദിയാകുന്ന 36ാമത് കേരള സയൻസ് കോൺഗ്രസ് ജനങ്ങളാകെ ഏറ്റെടുത്ത് വൻ വിജയമാക്കേണ്ടത്.